ഹലോ അളിയ സതീശ. എടാ നിന്റെ വൈഫ് ബിന്ദു ഇന്നലെ അനുവിനെ വിളിക്കുകയും ചെയ്തായിരുന്നു? ഇല്ല. എന്റെ പൊന്നളിയ, അവൾ ഇന്നലെ വീണ്ടും പൊക്കി തന്നെ. വീണ്ടും പൊക്കി. ഏത് കേസാണ് ഒരു പിടിയില്ല അളിയ. അതാണ് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ലൈമൺ പൈനാപ്പിൾ ഇല്ലേ, ആ സാധനം ജ്യൂസ് അടിച്ചോണ്ടിരിക്കുക. കറക്റ്റ് കോമ്പിനേഷൻ ആണ്. ഞാൻ രക്ഷപ്പെടും. അതിലടിച്ചിടുവോളെ ഞാൻ. അതിൽ വീണില്ലെങ്കിൽ എന്റെ ഒരു മുക്കൂത്തിയുടെ പോകും. ഇതിങ്ങനെ പോയ 44. ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വിലയൊക്കെ വെച്ചിട്ട് ഓൾ ദ വെരി ബെസ്റ്റ്. SSLCക്കും +2നും ഡിഗ്രിക്കും MAക്കും ഒക്കെ റാങ്ക് മേടിച്ചിട്ടാണ് ഞാൻ വന്നത്. അവസാനം അയാളുടെ വീട്ടിൽ ചെന്നിട്ടാണ് ആദ്യമായിട്ടൊരു ചായ ഇടാൻ പഠിക്കുന്നത്. അത് അയാൾക്ക് വേണ്ടിയിട്ട്. അയാൾക്ക് വേണ്ടി ചമ്മന്തി ഉണ്ടാക്കാൻ പഠിക്കുന്നു, സാമ്പാർ ഉണ്ടാക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ട് അയാൾക്ക് എന്നോട് എന്തെങ്കിലും നന്ദി ഉണ്ടാ? നിനക്കത് പറയാൻ എളുപ്പാ, ക്ഷമിക്ക്, പൊറുക്ക്, സഹിക്കുന്നൊക്കെ. അനുഭവിക്കുന്നവർക്കല്ലേ അറിയാം. എന്റെ വിഹിത സംരക്ഷണ കാത്തോളണേ. പൊളി. എനിക്ക് ഇഷ്ടപ്പെട്ട ലൈം ജ്യൂസ് പൈനാപ്പിളൊക്കെ ചേർത്ത് അടിപൊളിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. കഴിക്കും. ഇത് ലൈം ജ്യൂസിലൊന്നും നിൽക്കില്ല റേച്ചേട്ടാ. എടി ഒരു സംശയരോഗത്തിന്റെ പേരിൽ വെറുതെ നമ്മുടെ ഫാമിലി ലൈഫ് കളയണോടി. സംശയരോഗോ? ആർക്കാടോ സംശയരോഗം? എനിക്ക് സംശയരോഗോ? എന്റെ കണ്ണുകൊണ്ട് കണ്ടത്. ഞാനൊരു ടെക്നീഷ്യൻ ആയതുകൊണ്ട് ബബിൾ ചേട്ടൻ എന്നെ അവിടെ CCTV നന്നാക്കാൻ വിളിച്ചതുകൊണ്ട് ഞാനത് കണ്ടു. നിങ്ങളായിട്ട് എന്നോട് പറയുമായിരുന്നാ? പറഞ്ഞിട്ടുണ്ടോ ഇതവരെ? എന്നിട്ട് എനിക്കാണ് സംശയരോഗം അല്ലേ? ബബുലൊക്കെ പറഞ്ഞിട്ട് നീ അങ്ങനെ തുള്ളി വരല്ലേട്ടോ. അവനൊക്കെ കുടുംബം കലക്കിയാണ്. 2 പെണ്ണും കെട്ടിയിട്ട് 2 ഡൈവോഴ്സ് ആയിട്ട്. എടി ആവശ്യമില്ലാത്ത ആളുകളല്ല നമ്മുടെ ലൈഫ് തീരുമാനിക്കുക. നീ ഒന്ന് അടങ്ങ്. ഞാൻ പറയണമെന്ന് വിശ്വസിക്കും. ഒരു ബബുൽ ചേട്ടൻ ആരും ആയിക്കോട്ടെ, എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാലോ. ഇല്ലേ? ആരും പറഞ്ഞു കേട്ട കാര്യമില്ലല്ലോ റേച്ചേട്ടാ. നിങ്ങൾ പോ റേച്ചേട്ടാ. നാരങ്ങ പിഴിഞ്ഞ ഇരുന്ന കച്ചു. അനു, ദൈവത്തെ ഓർത്ത് ഞാൻ പറയണമെന്ന് വിശ്വസിക്കാനോ നീ? എന്നും ദൈവത്തെ ഓർക്കുന്നുണ്ട് അറിയിച്ചിട്ട് ഇത് മുഴുവനും ദൈവം എന്റെ കൺമുന്നിൽ കാണിച്ചു തരുന്നത്. മടുത്ത് എനിക്ക്. ആ വിഷ്വല് കണ്ടിട്ടുണ്ടല്ലോ, എന്റെ തൊലി ഒരിഞ്ഞു പോയി. നീ എന്ത് മാങ്ങാത്തൊലി കണ്ടെന്നാണ് ഈ പറയണത്? എനിക്ക് മനസ്സിലാവണല്ലോ. എന്ത് മാങ്ങാത്തൊലി കണ്ടോ നിങ്ങളോട് പറയണോ? പറ. നിങ്ങൾ എന്തിനാണ് ജൂൺ 2 സിനി ഗോപന്റെ ഫ്ലാറ്റിൽ പോയത്? ഞാൻ ഇത് മാത്രമേ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ. എടി നെയ്ബേഴ്സ് ആകുമ്പോൾ അവരൊരു ഹെൽപ്പ് ആവശ്യപ്പെട്ട മനുഷ്യരല്ലേ, നമ്മളവിടെ പോകത്തില്ല. നീ അതിന് ആവശ്യമില്ലാത്ത അർത്ഥങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങനെ ഡയമെൻഷൻ കൊടുത്ത് ഫാമിലി ലൈഫ് കൊളാക്കല്ലേ. നെയ്ബറിന്റെ ഫ്ലാറ്റിൽ പോയതാണോ പ്രശ്നം? പിന്നെന്താ? നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, സിനി ഗോപന്റെ ഫ്ലാറ്റിലേക്ക് കയറുന്നതിന് മുന്നുള്ള നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് മൊത്തം പെശകായിരുന്നു റേച്ചേട്ടാ. എന്താടി എന്റെ ബോഡി ലാംഗ്വേജിന് കുഴപ്പം? ഈ ബോഡി ലാംഗ്വേജിന് കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ കഴിഞ്ഞ മാസത്തെ ബോഡി ലാംഗ്വേജിന് കുഴപ്പം? എനിക്ക് ആകെ ഒരു ബോഡിയും ഒരു ലാംഗ്വേജും ഉള്ളൂ. അതെ, കഴിഞ്ഞ മാസത്തെ ബോഡി ലാംഗ്വേജിന് തന്നെയാണ് കുഴപ്പം. കാണിച്ചു തരട്ടെ ഞാൻ. ഇത് ജൂൺ 2 CCTV വിഷ്വലാണ്.
സത്യത്തിൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജിന് കുഴപ്പമൊന്നുമില്ലേ റേച്ചേട്ടാ? നിങ്ങൾക്കൊന്നും തോന്നണില്ല ഇത് കണ്ടിട്ട്? എടി അത് നീ ഒരു കാര്യം മനസ്സിലാക്കുക, അവരൊരു ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയല്ലേ, അത് നിനക്ക് അറിഞ്ഞൂടെ? അപ്പം കുറെ പൂവാലന്മാരെടി കഴിഞ്ഞ ആഴ്ചയൊക്കെ പല പ്രശ്നങ്ങളുണ്ടായത് നിനക്ക് അറിയാലോ. ഇവന്മാർ ആരാണ് അങ്ങോട്ട് പോണെന്ന് നോക്കി അതിനെക്കുറിച്ചും പിടിച്ചുകൊണ്ടിരിക്കുക, നീ കാണണ്ടോ? അപ്പൊ എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതം തകരില്ല. അപ്പൊ ഇവ തെണ്ടികൾ അവിടെ ഉണ്ടോന്ന് നോക്കി കാണുന്നുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ ഫ്ലാറ്റിലേക്ക് കയറി പോകുന്ന സീനാണ്. അതുകൊണ്ട് ഈ സൈക്കോളജി എന്നും പറഞ്ഞ ഞാൻ കുറെ നാൾ വെറുതെ നടന്നതല്ല. ഈ കള്ളന്മാരും കൊലപാതകങ്ങളും ഒരു ക്രൈം ചെയ്യുന്നതിന് മുന്നേ ഉണ്ടാവുന്ന ഒരു ഭാവം ഉണ്ടല്ലോ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്നത് ഈ സാധനം മുഖത്ത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. നിന്റെ സൈക്കോളജി എന്റെ നെഞ്ചത്ത് കയറാനുള്ളതല്ല സൈക്കോളജി. ഞാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളൊരു ഒറ്റ കാര്യത്തിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി ചേട്ടാ. നിങ്ങൾ എന്തിനാ അവളുടെ ഫ്ലാറ്റിൽ പോയത്? ജൂലൈ 2 നിങ്ങൾക്ക് അവിടെ എന്തായിരുന്നു കാര്യം? ഞാൻ ഒരു സത്യം പറഞ്ഞാൽ നീ വിശ്വസിക്കുവോ? വിശ്വസിക്കാൻ പറ്റാവുന്നാണെങ്കിൽ വിശ്വസിക്കും. തുണി ഊരി കൊടുക്കാൻ പോയതാണ്. ആ തുണി ഊരി കൊടുക്കാൻ പോയതാണ്. അതെ, കറക്റ്റ് ആണല്ലോ. എന്താ നൈറ്റ് ഊരി കൊടുക്കാൻ പോയതാന്ന്. എടി അവളുടെ നൈറ്റ് ടൈറ്റ് ആയി, അത് ഊരി എടുക്കാൻ ഒറ്റയ്ക്ക് പറ്റുന്നില്ല. ഹെൽപ്പ് ചോദിച്ചു, ഞാൻ ചെന്ന് ഊരി കൊടുത്തു. അതിന് ടൈറ്റ് ആവും. അവളുടെ നൈറ്റ് ടൈറ്റ് ആവും. അവളുടെ സാരിയും പാവാടയും ബ്ലൗസും ഒക്കെ ടൈറ്റാ, ഞാൻ കണ്ടിട്ടുണ്ട്. നീ ഉദ്ദേശാർത്ഥത്തിലല്ല. ഞാൻ എന്തൊക്കെയാ പറഞ്ഞു? നീ ആവശ്യമില്ല തന്നെ ടെൻഷൻ അടിപ്പിച്ച് എന്റെ ഉള്ളിൽ നിന്നൊക്കെ വലിച്ചിങ്ങനെ എടുക്കില്ല. ഞാൻ പറയണത് കേക്ക്. അവളുടെ നൈറ്റ് വാഷിംഗ് മെഷീനിൽ ഇട്ടപ്പോ അത് ലീഫിൽ കുടുങ്ങി ടൈറ്റായി, ഊരാൻ പറ്റില്ല. ഹെൽപ്പിന് വിളിച്ച് ഞാൻ ചെന്ന് ഊരി കൊടുത്തു. എന്തിനാണ് എന്നെ ഇങ്ങനെ സംശയിക്കണത്? ഞാൻ ഈ കിടക്കി ഞാൻ എങ്ങോട്ടും നിലയുള്ള ഫ്ലാറ്റിൽ 8ാമത്തെ നിലയിൽ താമസിക്കുന്ന സിനിയുടെ നൈറ്റ് മാറ്റാൻ 2ാം നിലയിൽ കിടക്കുന്ന നിങ്ങൾ എന്നെ പോണ റേച്ചേട്ടാ. എന്ത് വൃത്തിയാണ് പറഞ്ഞത്? എനിക്ക് സ്ഥിരം നൈറ്റ് ഊരിലല്ല പണി, അതൊക്കെ വല്ലപ്പോഴാണ് കൊടുക്കുള്ളൂ. നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എടി അവളെ എന്താ പറയാ എന്നെ വിളിച്ച, അതായത് ഇങ്ങോട്ട് നീ പറയണ കേക്ക്. കഴിഞ്ഞ ആഴ്ച നീ അവിടെ പോയിട്ട് വന്നില്ലേ, ക്ലബ്ബിൽ പോയിട്ട് വന്നപ്പോൾ അവൾ എന്തോ കാര്യം പറയാനായിട്ട് വന്നില്ലേ? അന്നേരം ഞാനിവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? വാഷിംഗ് മെഷീൻ അഴിച്ച് റിപ്പയർ ചെയ്യണു. അവളത് കണ്ടു, പണി അറിയാന്ന് മനസ്സിലായി, അതുകൊണ്ട് വിളിച്ചു. നിങ്ങൾക്ക് പണി അറിയാന്ന് എനിക്കറിയാലോ നന്നായിട്ട്. അയ്യോ, നീ വേറെ അർത്ഥങ്ങളാണ്. എനിക്ക് ഡബിൾ മീനിങ് ഇഷ്ടമല്ല കേട്ടോ അനു. ഞാൻ പറയണ അതല്ല. നീ എന്തെങ്കിലും ആവശ്യമില്ലാതെ സംശയിക്കില്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ ഇതിന് നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? ഇത് ജൂലൈ 2-ാം തീയതി വിഷല. നിങ്ങൾ ജൂലൈ 2-ാം തീയതി വീണ്ടും നൈറ്റ് മാറ്റി കൊടുക്കാൻ പോയോ? നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ നൈറ്റ് സ്ഥിരം മാറ്റലാണ് എന്റെ പണി. നീ എന്തായാലും എന്നെ ഇങ്ങനെ ഒരു മനുഷ്യത്വമില്ലാതെ സംസാരിക്കുന്നത് എനിക്ക്. പിന്നെ ജൂലൈ 2-ാം തീയതി നിങ്ങൾ എന്തിനാ വീണ്ടും അങ്ങോട്ട് പോയത്? അവൾ ഇവിടെ താമസാക്കിയിട്ട് 4 മാസമായിട്ടുള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ 4-5 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. എനിക്ക് ഇപ്പഴാ കറക്റ്റ് ഓർമ്മ വന്നത്. അത് നമ്മുടെ ഫിലിപ്പാച്ചന്റെ അമ്മ മരിച്ചില്ലായിരുന്നു. അപ്പൊ അത് വിളിച്ച് പറഞ്ഞപ്പോ എന്റെ സെക്രട്ടറി എന്നെ വിളിച്ച് എല്ലാവരോടും അറിയിക്കാൻ പറഞ്ഞു. ഞാൻ എല്ലാവരും വിളിച്ച് പറഞ്ഞിട്ട് ഇവക്കളെ ഫോൺ കിട്ടണ്ടായില്ല. അപ്പോൾ ഞാനത് നേരിട്ട് പറയാൻ വേണ്ടിട്ട് പോയതാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. എല്ലാത്തിലും ഇങ്ങനെ സംശയം പാടില്ല, പ്ലീസ്. മരണ വാർത്ത അറിയിക്കാൻ പോയതാണ്. അതെ, മരണ വാർത്ത അറിയിച്ചിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് 22 മിനിറ്റിന് ശേഷമാണ്. ഇതിനും വേണ്ടി എന്തറിയിക്കാനാണ് അറിയിച്ചേട്ടാ? അയാളുടെ വീട് കമ്പിളി കണ്ടത്തല്ലേ. അപ്പൊ ഞാൻ അവളുടെ അടുത്ത് നിന്നപ്പോ പറഞ്ഞു, അവള് ചോദിച്ചു, ചേട്ടാ മാമലക്കണ്ടം വഴി പോകുമ്പോ അത് എളുപ്പമാണെന്ന് ചോദിച്ചപ്പോ മാമലക്കണ്ടം വഴി എളുപ്പമാണ്, പക്ഷേ ഈ 3 കോതങ്ങൾ റൂട്ടിന്റെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞ് കുറെ സമയം എടുത്തു. പിന്നെ നമ്മുടെ വീട്ടിൽ വിശേഷമൊക്കെ ചോദിച്ചു. ഡേറ്റ് മൊത്തം ക്ലാസ് അറിയിച്ചേട്ടാ. മാമലക്കണ്ടൊക്കെ അവിടെ നിൽക്കട്ടെ. ഫിലിപ്പാച്ചന്റെ അമ്മ മരിച്ച വിവരം നിങ്ങൾ എന്നോട് വിളിച്ച് പറഞ്ഞത് ഞാൻ റീനയുടെ കല്യാണത്തിന് ഇരിക്കുമ്പോഴാ. അത് എത്രാം തീയതി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കാണിച്ചു തരണോ ഫോട്ടോസ് ഒക്കെ കല്യാണത്തിന്റെ? അത് ജൂലൈ 4-ാം തീയതിയാണ്. നിങ്ങൾ 2 ദിവസം മുന്നേ മരണ വാർത്ത അറിയിക്കാൻ പോയി അവളുടെ അടുത്ത്. അതെങ്ങനെ പറ്റും? 2 ദിവസം മുമ്പ് അത് ഇത് ഈ ഡേറ്റ് ഒക്കെ ഇങ്ങനെ ഞാൻ നിന്നോട് പറഞ്ഞ ഏതെങ്കിലും ഡേറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? മാറിപ്പോയത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് അങ്ങോട്ട് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ അനു, നീ എന്നെ ഇനി ഇങ്ങനെ സംശയിക്കുകയാണെങ്കിൽ ഞാൻ പലയിടത്തേക്ക് ഇറങ്ങി പോകട്ടോ. പോകാനായില്ല പണിക്കാരാ, കുറച്ചും കൂടി കാണാനുണ്ട്. എടുത്തിട്ട് വരട്ടെ? എന്താന്നറിയോ? ഈ ക്ലിപ്പല്ലേ? നിങ്ങളുടെ ക്ലിപ്പ് കുറെ ഇറങ്ങും ഇങ്ങനെയാണെങ്കിൽ. ഇത് ആരുടെ ക്ലിപ്പാന്നറിയോ നിങ്ങൾക്ക്? നിന്റെ അല്ലേ? നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് കിട്ടിയ ക്ലിപ്പാ, എന്റെ അല്ല. പിന്നെ എങ്ങനെയാണ് ഇത് ഇവിടെ വന്നത്? അടുത്ത വിഷ്വൽ കാണിച്ചു. ഇത് മിനിഞ്ഞാന്ന് സിനി നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി പോകുന്ന വിഷ്വലാ. ഫ്ലാറ്റിൽ കയറുന്ന വിഷ്വല് ആദ്യം കാണും.
കയറുമ്പോൾ അവളുടെ തലയിൽ ക്ലിപ്പുണ്ട്, ഇറങ്ങി പോകുമ്പോൾ അവളുടെ തലയിൽ ഇല്ല. അതിന്റെ അർത്ഥം എന്താ? ഇതെനിക്ക് കിട്ടിയത് നമ്മുടെ ബെഡ്റൂമിൽ നിന്ന്. വല്ലതും പറയണ്ടോ നിങ്ങൾക്ക്? വല്ലതും പറയണ്ട ചേട്ടാ? ഇനി ഞാൻ എന്തെങ്കിലും തെളിവ് പറഞ്ഞോ? എന്തെങ്കിലും പറയണ്ടോ ഇനി കൂടുതൽ? എന്ന് നമുക്ക് അമ്മേനെ വിളിച്ച് പറഞ്ഞേക്കാം. അയ്യോ, അമ്മേനൊക്കെ എന്തിനാണ് ഇതിനകത്തേക്ക് വലിച്ചെടുക്കണം? അമ്മ ഹാർട്ട് ഓപ്പറേഷൻ ഒക്കെ കഴിച്ചേക്കണ, അല്ലാതെ വെറുതെ ആവശ്യമില്ല. പാവ അമ്മേനെ വിളിക്കണ്ട, നമുക്ക് ഗോപൻ ചേട്ടനെ വിളിക്കാം. സിനിയുടെ ഭർത്താവ്. അനു എന്നെ ആ ജിമ്മിന്റെ മുമ്പിലേക്ക് കൊലക്കിട്ട് കൊടുക്കല്ലേ? അയാൾ എന്നെ കൊല്ലും, എന്നെ തവിട് പൊടിയാക്കും. പ്ലീസ് എന്നെ കൊലക്ക് കൊടുക്കല്ലേ, പ്ലീസ് പ്ലീസ്. ക്ഷമിക്കണി, എല്ലാ കുറ്റവും ഞാൻ ഏറ്റു പറയാൻ എന്നോട് ക്ഷമിക്കണി, പ്ലീസ്. നീ ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ എഴുന്നേക്കില്ല. അനു, ഞാൻ നിന്റെ കാല് പിടിച്ച് പറഞ്ഞില്ലേ ഇത്ര നേരം? പ്ലീസ് എടി, നമ്മുടെ മക്കളെ ഓർത്തെങ്കിലും നീ ഒന്ന് ക്ഷമിക്കും. ഞാൻ പറയണ കേൾക്കുക. എടി, ബൈബിളിലൊക്കെ എഴുതി വെച്ചില്ല, 1 അല്ല 10 അല്ല 100 വട്ടം ക്ഷമിക്കണമെന്ന്. അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യടി. ക്ഷമിക്കാൻ പറ്റിയ തെറ്റാണോ അറിയിച്ചേട്ടാ? അല്ല അല്ല, ഇത് ലാസ്റ്റ്. ഇനി എൻ്റെ ജീവിതത്തിൽ വേറൊരു സ്ത്രീ ഉണ്ടാവില്ല, ഉറപ്പാണ്. കർത്താവിനെ ഓർത്ത് നീ ഒന്ന് ക്ഷമിക്കുക. കർത്താവിനെ ഓർത്ത്. നിങ്ങളുടെ തലത്തോട്ട് സത്യം ചെയ്. മക്കളാണ് എൻ്റെ ജീവിതത്തിൽ. ഇനി ഒരു വേറെ സ്ത്രീ ഉണ്ടാവില്ല. സത്യം സത്യം. നീ ഇനി മുഖം വെറുപ്പിച്ച് നിൽക്കല്ലേ. നീ നോക്കി എടി, നോക്ക്. എനിക്ക് പുതിയ എൻ്റെ കാട്ട കിടന്ന് ഇടിക്കാൻ അറിയാലോ, BP ഒക്കെ ഉള്ളതാ. അനു, നമുക്കിന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാം. നിനക്ക് ഇഷ്ടപ്പെട്ട ഇതില്ലേ, ചിക്കൻ്റെ വെറൈറ്റി കിട്ടുന്നു, അവിടെ പോയി കഴിച്ചാലോ? പുറത്ത് പോയി കഴിക്കാം. ഓക്കെ? ചിരിച്ചേ, ചിരിക്കാനു. നിനക്ക് ഞാനൊരു മുക്കുത്തി വാങ്ങിച്ചിട്ട്, ഇതിൻ്റെ കളറൊക്കെ പോയിട്ട് ഇതീ മങ്ങി തുടങ്ങി, ചെറിയ പായലൊക്കെ പിടിച്ച മാതിരി മുക്കുത്തി വാങ്ങിച്ചിട്ടേ. ചിരിക്കേ. പിന്നെ സ്വർണത്തിന്റെ വില അറിയാലോ, വലിയ ഗ്രാമൊന്നും ഇല്ലാതെ കുറച്ച്. സ്വർണം വേണ്ട. ആ, എന്താ വേണ്ട? ഡയമണ്ട് മതി. ഡയമണ്ടോ? എന്നാലും കുഴപ്പമില്ല. അതെ, 2 കാർഡുണ്ട്, നമുക്ക് ഇന്ന് അത് വെച്ചിട്ടുള്ള അടിച്ച് പൊളിച്ച് നമ്മൾ ഇതൊക്കെ വാങ്ങിച്ച്. നിനക്ക് മുക്കുത്തി വാങ്ങിക്കാൻ ഞാനും വരാം. നിനക്ക് ഈയിടെയായിട്ട് ഒട്ടും ഒരു സെലക്ഷൻ ഇല്ലെന്നേ. ഫോണാ? അതവിടെ അടിക്കട്ടെ. പിന്നെ അതല്ല, ഞാൻ പോണ വഴിക്ക് വേറൊരു കാര്യം ഞാനിങ്ങനെ ആരാടോ ദിവ്യ? ദിവ്യ വടക്കേല രാജപ്പൻ എൻ്റെ അമ്മേനെ കെട്ടിച്ചിട്ടില്ലേ, അവിടുത്തെ മുമ്മയുടെ പെങ്ങളെ കെട്ടിച്ചേക്കണേ രാജേഷിന്റെ പെങ്ങളിലെ മൂത്ത അമ്മയുടെ ഒരു മൂക്കുത്തികളെ മേടിച്ചെന്നാൽ ഈ പ്രശ്നം തീരുമോ?